എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തലേന്ന് രാത്രി ഞാൻ രാവിലത്തേക്കിന് അപ്പത്തിനുള്ള മാവ് ഒന്ന് അരച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് ഞാൻ മാവ് അരച്ച് വെച്ചത്. അപ്പോൾ നേരം വെളുത്തപ്പോഴത്തേക്കിന് മാവൊക്കെ നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കറി കടലയും ഗ്രീൻ പീസും കൂടി ഇട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാള, ഒരു 2 മീഡിയം സൈസിലെ സവാള, കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ സെപ്പറേറ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് എല്ലാം ഇത് തന്നെ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഗരം മസാല എല്ലാം ഇത് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3-4 വിസിലടിച്ചൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ അപ്പുറത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ തിളച്ചതിന് ശേഷം പിന്നെ ഗ്യാസ് ഒന്ന് 2 കാലിയായാണ് പിന്നെ 2 അപ്പച്ചട്ടി വെച്ച് പെട്ടെന്ന് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ ചിലർക്ക് അപ്പത്തിന് നടുക്ക് ഇച്ചിരി പൊങ്ങിയിരിക്കണം, അതുകൊണ്ട് ഇച്ചിരി നടുക്ക് ഞാൻ ഇച്ചിരിയും കൂടെ മാവ് ഒന്ന് ഒഴിച്ചതാണ്. കടലയൊക്കെ നന്നായി വെന്തായിരുന്നു. ഞാനത് വേറൊരു പാത്രത്തിലോട്ടാക്കി. എന്നിട്ടിപ്പോൾ കടുക് കൂടെ വറുത്തി ചേർത്തിട്ടുണ്ട്. അപ്പം കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിൻ്റെ അകത്തങ്ങ് കടുക് വറുക്കാൻ നേരം ചേർത്തേ. കറിവേപ്പിലയും ചേർത്തായിരുന്നേ. അപ്പോൾ അപ്പമൊക്കെ ഞാനിങ്ങനെ ചുട്ടൊന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഇതിലിങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഇച്ചിരി തണുത്തതിന് ശേഷമാണ് ഞാൻ കാസറോളോട്ടാക്കിയത്. അങ്ങനെ ഓരോരുത്തർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചായിരുന്നു, അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. ഞങ്ങൾ ഈ സൺഡേ പ്രെയറിന് പോകുമ്പോഴാണ് കേരള സ്റ്റോർ അവിടെ ഒരിടത്തുണ്ട്, അവിടെ നിന്നാണ് ഈ ഏത്തക്ക വാങ്ങിക്കുന്നത്. നമ്മുടെ അടുത്തൊന്നും ഏത്തക്ക ഇല്ല. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വന്ന വഴിക്ക് വണ്ടിക്കാരുടെ കയ്യിൽ നല്ല ആപ്പിൾ ഇരിക്കുന്നു. അങ്ങനെ ആപ്പിൾ വാങ്ങിച്ചു. പിന്നെ പേരയ്ക്ക ഉണ്ടായിരുന്നു, പേരയ്ക്ക 2 കിലോ വാങ്ങിച്ച്, ആപ്പിളും വാങ്ങിച്ച്. പിന്നെ പച്ച ഏത്തക്ക ഞാൻ വാങ്ങിച്ചു. അത് തോരൻ വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച ഏത്തക്ക. അങ്ങനെ അതെല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ. ഈ ആപ്പിളും പേരയ്ക്കൊക്കെ ഞാനൊന്ന് കുറച്ച് നേരം വിനാഗിരി ഒഴിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുവേ. വൈകുന്നേരം പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ ആഴ്ചയിൽ ഉള്ള പച്ചക്കറി ഇങ്ങ് വാങ്ങിക്കും. പിന്നെ അഥവാ തീരുവാണെങ്കിൽ ജിയോ മാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കും. അപ്പോൾ ഇതെല്ലാം ഇനിയൊന്ന് പച്ചക്കറികളെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്ന ഒരു വല്ലാത്തൊരു ടാസ്ക്കാണ്. ഹസ്ബൻഡാണ് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഓറഞ്ച് 2 കെട്ട് ഓറഞ്ച് കൊണ്ടുവന്നു. അപ്പോൾ ഞാനൊന്ന് പൊളിച്ച് നോക്കി, മധുരം ഉണ്ടോയെന്ന്. കുഞ്ഞ് ഓറഞ്ചായിരുന്നു, പക്ഷേ ഒത്തിരി മധുരമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി ഞാൻ ഈ പച്ചക്കറികളെല്ലാം എടുത്തൊന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പോൾ ഫ്രിഡ്ജിലെല്ലാം കൂടെ വെക്കാൻ സ്ഥലമില്ലെങ്കിൽ കാബേജ്, ബീട്രൂട്ട് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതെടുത്ത് 2 ദിവസം വെളിയിൽ വെച്ചേക്കും. പിന്നെ ഫ്രിഡ്ജ് കാലിയാവുന്നുണ്ടെങ്കിൽ അതെടുത്ത് അകത്ത് വെക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.